അപ്പോൾ ഞങ്ങൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോ എന്താണ് ഇന്നത്തെ എപ്പിസോഡ്? ഇന്നത്തെ എപ്പിസോഡ് 1.5 എപ്പിസോഡാണ് കേട്ടോ. 1.5 എപ്പിസോഡാണ്. സംഭവം എന്ന് പറഞ്ഞാൽ തർക്കഭൂമിയിൽ ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പണി നടക്കുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. നമ്മളെ മറ്റേ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാണ്. ഒരാളെ വേണമെന്ന് പറഞ്ഞില്ലേ ഇവിടെ? എന്താ അതാ പുള്ളിയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഇവിടുന്ന് മുതലേ ഇവിടെ മുതലുണ്ട് അവിടം വരെ പറഞ്ഞു കൊടുക്കണം. കാണിച്ചു തരും. അവിടുന്ന് മുതല് ഇവിടം വരെ ചെത്തിക്കളയണം. ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ അപ്പൊ വണ്ടിയിൽ അവിടുന്ന് സാധനം കൊണ്ട് നമുക്ക് ഇറക്കാനാ, കട്ടയും മണ്ണും കൊണ്ട് ഇറക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവിടുന്ന് എളുപ്പമല്ലേ, കോരി ഇടാനായാലും എല്ലാം എളുപ്പ. ഓ അപ്പൊ അവിടുന്ന് അങ്ങനെ അവിടുന്ന് മതിയല്ല, അവിടുന്ന് മതി. പാറപ്പൊടിയാ കൊണ്ട് തട്ടാൻ വേണ്ടിട്ട്. ചേട്ടന്റെ വീട് എവിടാ? എവിടെ പുള്ളിയുടെ വീട്? ചേട്ടന്റെ വീട് എവിടാ? അടുത്ത് തന്നെ. വീടാ? അത് ശരി. ഓ അത് ശരി. ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വന്നില്ല. ഇപ്പൊ കുറച്ച് നമുക്ക് സാധനം വരുമ്പോഴത്തേക്ക് കൂടെ ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിലേ. അല്ല ചേട്ടാ ഒരു കാര്യം ചെയ്യുവാ, ഇവിടുന്നേ ചേട്ടാ ഇങ്ങോട്ട് ചേട്ടാ. ചേട്ടാ അവിടെ ഇങ്ങോട്ടേ ചേട്ടന്റെ പേരെന്തുവാ? ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെത്താവോ? ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെത്ത്. ഒന്ന് വരച്ചെന്ന് കിടക്കണം. ഇവിടെ വേറെ സാധനം കിടപ്പുണ്ട്. ഇവിടുന്ന് ഇത് വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ചെത്തിയാ മതി. അങ്ങനെ നേരെ ഇങ്ങോട്ട് വരട്ടെ. പശു ഉണ്ടോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട്? പശു ഉണ്ടോ? അപ്പുറത്തെ വീട്ടില് കൊടുക്കാം. പശു നല്ല എടുത്തോളൂ, നല്ല പോച്ചേട്ടാ. അവര് നേരത്തെ കളിച്ചോണ്ടിരുന്നാണ്, ഇപ്പൊ കാണുന്നില്ല, എന്താന്നറിയില്ല. വെള്ളം എടുത്തിട്ട് വരട്ടെ. നമുക്ക് എവിടെങ്കിലും കുറച്ച് പറമ്പ് കിട്ടുവോ? ഒരു 2 ഏക്കർ പറമ്പ് കിട്ടുവോ? അല്ല നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ. നമുക്ക് കുറച്ച് പശുക്കളുണ്ട്, ഒരു ഫാം നടത്താൻ വേണ്ടിട്ടാ. കുറച്ച് കുതിരയുണ്ട്, ഒരു 4-5 കുതിരയുണ്ട്, പലയിനം പട്ടികളുണ്ട്, ഡോഗ്സ് ഉണ്ട്. വെള്ളം വേണം, നമുക്ക് കറണ്ടൊക്കെ എടുക്കണം. അവർക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേ, സുഖമായിട്ട് കിടക്കണ്ടേ. അവർക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. പശുക്കളാണെങ്കിലും പറഞ്ഞിട്ട് നമ്മള് കെട്ടിയിട്ടൊന്നും വളർത്താനല്ല ഉദ്ദേശിക്കുന്നത്, അഴിച്ചു വിടുക. 2 ഏക്കർ വാങ്ങിച്ചിട്ട് അഴിച്ചു വിടുക. എന്നിട്ട് കുതിരയുണ്ട്, അവർക്കൊരു ഇത് കെട്ടണം. പിന്നെ ഡോഗ്സ് ഉണ്ട്, കുറച്ച് പൂച്ചകളും ഉണ്ട്. അപ്പൊ അവർക്ക് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരും സാധനങ്ങളല്ല എല്ലാവരും. പൂച്ചകളൊക്കെ ഇവിടെ കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്നത്. ഡോഗ്സും പല സൈസ് ഉള്ളതാണ്. ഒരു 2 ഏക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ല രീതിയിൽ താമസിക്കാനുള്ള. എന്നാലും എവിടെ കിട്ടും? ഉള്ളിലോട്ടായാലും മതി നമുക്ക്. അത്ര പന്നിമല അതെവിടെയാ? വെള്ളറ ആണോ? ഇവിടെ ഒന്നും കിട്ടാനില്ലേ അല്ലേ? പക്ഷെ അവിടൊക്കെ ആണെങ്കിൽ നമുക്ക് ചുഴലിക്ക് കിട്ടുവോ? നമുക്ക് സാധനം വന്നില്ല. ഇപ്പൊ ഇവിടെ ഇത്രയും സ്ഥലം മതി. പിന്നെ ഇവിടെ കുറച്ച് തൊണ്ട് കിടപ്പുണ്ടേ, അതെടുത്ത് അങ്ങോട്ടൊന്ന് ഇട്ടായിരുന്നു. അവിടെ കിടക്കുന്നത് അവിടെ ഇവിടെ ചിലപ്പോ കട്ട അടുക്കി വെക്കേണ്ടി വരും. പടർന്ന് അങ്ങ് കേറിയേക്കുന്നത്. കൈയിടല്ലേ, സൂക്ഷിക്കണേ, എന്തെങ്കിലും കയറി ഇന്ന് അറിയത്തില്ല.
മട്ടിക്ക് വലിക്കാൻ പറ്റും. ആ ഇനി വെക്കണം. ഈ എളുപ്പമാണ് ഇല്ലയോ? പിന്നെ തൊഴിലുറപ്പുകാരോട് പറഞ്ഞിട്ട് അവര് പറയുന്നറിയാം നേരത്തെ കൊടുത്ത കരട് രസീത് കൊടുത്തവരെ ചെയ്യാൻ പറ്റത്തോളന്ന്. അപ്പൊ അപ്പോഴത്തേക്ക് ഇത് മൊത്തം കാട് കയറി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ടാണ് സാധനങ്ങളെല്ലാം ഇറക്കുന്നതേ. ഈ തൊണ്ട് രണ്ടുപേരെ കുറച്ചെന്റെ അടുത്ത് അങ്ങോട്ടൊന്ന് വാരി ഇട്ടേക്കാവാ. അതിങ്ങോട്ട് ഇട്ടിട്ട് അത് വേണ്ട ഈ മൂലക്കിട്ട് വേണ്ട അങ്ങോട്ടൊന്ന് വാരി ഇട്ടേ കുറച്ച്. എന്തോന്ന് പരിപാടി? ആര് പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ സ്ഥലത്ത് കയറത്തോണ്ട്. എന്നെ വിളിച്ചോണ്ട് വന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ വസ്തുവിനകത്ത് ഞാൻ ഇഷ്ടമുള്ളവരെ കൊണ്ട് കളപ്പിക്കുക കൊണ്ട് ഇല്ലേട്ടാ. അതിന് പറഞ്ഞു പോയി. എന്റെ കുടുംബം ഇത് എന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലമാണിത്. നിന്റെ അച്ഛൻ എന്റെ അച്ഛനാരടി? നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞവൻ അങ്ങനെ പിന്നെ എന്റെ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. ഇവള് പറഞ്ഞ അനിയത്തിയോ മുടക്കാൻ വേണ്ടി നിൽക്കുക. ഈ പറമ്പില് ആരെയും കൊണ്ട് ഒരു വക ചെയ്യാൻ നിക്ക് ഞാൻ നിങ്ങളടുത്ത് പറിക്കാൻ കളക്കാനും വരാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ നിങ്ങൾ പറിച്ചു വെക്കുന്നു, നേരെ ചുമ പോകൂല. പോലീസിനെ വിളിക്കല്ല, സ്വന്തം നമ്മളെ കണ്ടെത്തി വരുമ്പോ നമ്മുടെ ഒരു വാക്ക് ചോദിക്കണമല്ലോ. എനിക്കും കൂടി അവകാശമുണ്ട് ഇവിടെ. അത് ഞാൻ വിളിച്ചതാണ്, മനസ്സിലായോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്തിനും തോന്നും ഈ പറമ്പ് ഇത്രയും കിടക്കുന്നത് നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ ബോഡിയാണ്. കിട്ടിയൊന്നും തോന്നില്ല. എന്റെ പൊന്നി ഏട്ടായി ഭയങ്കര ശല്യമാണ്. എനിക്ക് ഒരു സാധനം തൊടാൻ ഇത് എന്റെ പറമ്പ് മൊത്തം കിടക്കുന്നുണ്ട്. ഇവള് കാരണമാണ് ആരും വന്ന് ജോലി ചെയ്യാത്തത്. എനിക്ക് എന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്നതാ. അവള് പറഞ്ഞു എനിക്ക് എഴുതി തന്നില്ലെന്ന്. ആർക്കും എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. രണ്ടുപേരും കൂടി അവകാശം. അത് ഞാനൊരാളെ കൊണ്ട് ജോലി അദ്ദേഹം വൈറ്റ് പറഞ്ഞേക്കും. നീ എന്തിനാ കടന്നിട്ടാൻ പറ്റുന്ന അദ്ദേഹത്തിനാ? ഞാൻ വിളിക്കും, എപ്പോഴും വന്നാൽ മതി. ഞാൻ വിളിക്കുമ്പോ വന്നാൽ പണി ചെയ്യാൻ പറ്റൂല. നമ്മൾ ഇവിടെ ഇത്രയും കളിച്ചിട്ടേ എനിക്കാണ് വരേണ്ടത് നഷ്ടപരിഹാരം. എന്തൊരു ശല്യം എന്ന് പറ. എന്റെ അച്ഛന്റെ സ്ഥലമാണിത്. നിന്റെ അച്ഛൻ പറഞ്ഞു പിന്നെ എന്റെ ആരാ പേര്? ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ അച്ഛനാത്. നിനക്ക് എപ്പോ എഴുതന്നു? നിനക്ക് എപ്പോ എഴുതന്നേ? അത് പിന്നെ നിന്റെ പ്രൂഫ് ചെയ്യണോ? ചേട്ടാ ഞാനിപ്പോ വന്ന ആളില്ലേ, ആ ആളിന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാനാണ് ചേട്ടന് ശമ്പളം തരുന്നത്. ചേട്ടൻ ഇവിടെ നിന്ന് ഇത്രയും വൃത്തിയാക്കിയിട്ട് പോയാൽ മതി. കാരണം എനിക്ക് വീട് വൃത്തിയാക്കണം. ഇവളാണെങ്കിൽ ഇടങ്ങളിടാൻ വന്നേക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുക. കടന്ന റോഡ് സൈഡെല്ലാം ഇവള് എഴുതി വാങ്ങിച്ച് എനിക്ക് കുറച്ച് ഉള്ളിലോട്ട് കിടന്ന സ്ഥലം എനിക്കും തന്നു. ഈ കുടുംബമായ രണ്ടുപേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. രണ്ടുപേരെയും കാലശേഷമൊക്കെ നിൽക്കാൻ വേണ്ടി ഇത് രണ്ടുപേർക്കും കൂടി തുല്യ അവകാശത്തിൽ കിടക്കുകയാണ്. എവിടെ ചുമ്മാ അധികാരം പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാരെ ഓരോ ദിവസം വന്ന് കളിക്കും. അവിടെ കുറച്ച് കളിച്ചിട്ടിരിക്കുന്നു. ഇവിടെ വേറൊരാളിനെ കൊണ്ടുവന്നു. എന്റെ വസ്തുവിനകത്ത് ഞാൻ ഇഷ്ടമുള്ള ആളുകളെ അല്ല ചേട്ടാ, എന്റെ പേര് എഴുതി തന്ന വസ്തുവിനകത്ത് ഞാൻ അല്ലേ ചേട്ടനോട് പറഞ്ഞു കൊടുത്താൽ ലോ പോയിന്റ് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്കിപ്പൊ ചേട്ടന്റെ പേര് വസ്തു എഴുതി തന്ന അച്ഛൻ എന്റെ അനിയത്തിയാവും അവര് ഈ കാടകില്ല പറയണ വസ്തു കൊടുത്തിട്ട് പോരില്ലേ. പറയണത് കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. തീരുമാനം ഉണ്ടാവും. അല്ല പിന്നെ തീരുമാനം ഉണ്ടാവണം ഇവിടെ. എന്റെ അധികാരമല്ല ഇവിടെ കയറി പറിക്കാൻ പറ്റൂല. ഇവിടെ കയറി തോണ്ടാൻ പറ്റൂല. എന്റെ കണ്ടത്തിൽ തോണ്ട പറ്റൂല. നിന്റെ കണ്ടോ എന്തൊക്കെയാ ചെയ്ത് വെച്ചത് ഇവിടെ? നിന്റെ കണ്ട ഇത് ചേട്ടാ ഒരു കാര്യം പറയട്ടാ. കുറെ ദിവസം കൊണ്ട് ആളാവാൻ വരെയാണ് എന്റെ അടുത്ത്. എന്റെ കൈ ഇരിക്കുന്ന മാറ്റേ പോവുള്ളൂ. നീ എന്നെ തൊട്ട് നോക്കണ തൊടും എന്ത് എന്റെ പൊന്നു കേട്ടാ. ഇത് ആരെങ്കിലും കഴിക്കാന്ന് കയറാൻ വേണ്ടി ഇറക്കിയാണ്. കുറെ ദിവസം കൊണ്ട് നോക്കി വെച്ചിരിക്കുകയാണ്. നീ നോക്കും ഓരോ കണ്ടതിലും ആളെ കൊണ്ടുവന്ന് അധികാരം കളിക്കുന്നത്. ഇവിടെ ഭർത്താവിന്റെ വാക്ക് കേട്ടോടാണ് ഈ ഇറങ്ങിച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി. അവൻ ഈ കൊടുത്തതൊന്നും 101 പവന്റെ സ്വർണ്ണം കൊടുത്തു. 50 ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്തു. ഇവളെ കെട്ടിയെന്നും കൂടിയാണ് എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞ കാര്യമല്ല. എവിടെ കെട്ടിയെന്നും കൂടി എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചു. ഞാൻ എവിടെ പോവാൻ? വീട്ടിൽ പോയി. എന്റെ പേര് എന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന വസ്തുവാണ്. ഇത് ഇത്രയും വസ്തു നേരത്തെ പറഞ്ഞത് എന്നെ നോക്കുന്ന മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ വിളിക്കും, അപ്പൊ വരണം. ഞാൻ വിളിക്കും പതിവേ. നിങ്ങൾ പണി ചെയ്യാൻ ഞാൻ ഏർപ്പാട് ചെയ്യും. ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്. നീ ആ ശമ്പളം കൊടുക്കുന്നത്. എന്റെ വസ്തുവിനകത്ത് ഞാൻ ഇഷ്ടം കൊണ്ട് നിൽക്കുന്നത്. ബന്ധുള്ളടുത്ത് ഒത്തിരി താൻ പണി ചെയ്യാൻ പോവുള്ളൂ. അല്ല
നിങ്ങളിപ്പോ പറഞ്ഞ് മാറിയ ഇത്രയേ ഉള്ളൂ. അത്രേ ചേട്ടാ ധൈര്യമായിട്ട് അവിടെ വീട് കളിക്ക്. അവരെന്തിനു പറയണേ? അവരോട് ചിലക്കിട്ടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കോ പറഞ്ഞേക്കാം അല്ലേ? നീ ഇറങ്ങ വേറെ ദിവസം കൊണ്ട് നീ ഇറങ്ങി. ഇല്ല പോണില്ല, ഇവിടെ തന്നെ നിൽക്കണുള്ളൂ. എന്ത് വേണമെന്ന് കാണണം. മതി മതി കളിച്ചു മതി ഇന്ന് കളിക്കണ്ട. കളിച്ചത് മതി. കാണിട്ട് തലമണ്ടയ്ക്ക് അമ്മയുടെ തലമണ്ട എന്റെ സ്ഥലത്ത് വന്നുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തണം. എന്റെ പൊന്നു ചേട്ടാ, ഇത് എന്റെ സ്ഥലം. പേരെന്തോന്ന്? പേരെന്തിനാ അറിയണത്? പറയാൻ വരേണ്ടത്. പോയി ഞാൻ പോണില്ല, തീരുമാനമാക്കിട്ടേ പോണുള്ളൂ. നീ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കിയിട്ട് തീരുമാനം ഉണ്ടാക്കിട്ട് നീ എനിക്ക് ഉണ്ടാക്കുന്ന അച്ഛൻ പറയുന്നറിയാം. എന്തൊരു ശമ്പളം? ഒരു ശമ്പളം തരൂല. ആര്? നീ ആരാ? ഞാൻ വിളിച്ചാ നിങ്ങളെ പണി ചെയ്യാൻ വിളിച്ചാ. എന്റെ സ്ഥലം, എന്റെ അച്ഛന്റെ സ്ഥലം. എന്റെ രക്ഷപ്പെട്ട് സംസാരിക്കും. രക്ഷപ്പെട്ടോ? എന്റെ അച്ഛന്റെ സ്ഥലം ഇത്. പോയിട്ട് എന്ത് ചെയ്യാൻ? പോയിട്ട് ഇതിലൂടെ എഴുതി കൊടുക്കണോ? എന്റെ ആവശ്യമുള്ള സ്ഥലം ഇത്. നിങ്ങൾ രക്ഷപ്പെട്ടല്ല കാര്യം പറഞ്ഞത്. എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നു ഇവിടെയൊക്കെ? ഇവിടെയൊക്കെ എന്റെ അടുത്ത് ചോദിക്കാൻ എന്തിനാ ഇത്രയും ചെയ്തത്? എന്തൊരു ശമ്പളം? ഞാൻ നിങ്ങളെ വിളിച്ചാ ശമ്പളം തരാൻ? എന്തൊരു ശമ്പളം? ഞാൻ വിളിച്ചാ രക്ഷപ്പെടുത്തു. നിങ്ങളെ ഞാൻ വിളിച്ചാ പണി ചെയ്യാൻ? എന്റെ അടുത്ത് ശമ്പളം ചോദിക്കാൻ? ചേട്ടനെ വിളിച്ച ഞാനാണോ? വിളിച്ചോണ്ട് വന്ന ആളുടെ പൈസ കൊടുത്തിട്ടുണ്ട്. വിളിച്ചത് ചേട്ടന് മര്യാദക്ക് ഇത്രയാണ് ഇത് വൃത്തിയാക്കിത്താ. ഇത് വൃത്തിയാക്കി ചേട്ടനെ. ഇവള് പറയുന്ന കേൾക്കണ്ട. ഇവിടെ വസ്തു എന്റെ വസ്തുവാ. എനിക്ക് എന്റെ അച്ഛനെ എഴുതുന്ന വസ്തു ഇവ കൊടുക്കണ്ട. ഇവള് പറയുന്ന ചേട്ടൻ കേൾക്കണ്ട. അവളല്ല ചേട്ടന് ശമ്പളം തരുന്നത്, ഞാൻ തരുന്നത്. ചേട്ടൻ കളിക്കും. ഒന്ന് കളിക്കാന്ന് പറഞ്ഞോടാ. വേണ്ട, കളിച്ചിട്ടിക്കൽ കണ്ടില്ലേ? കളിച്ചിട്ട് ആളെ കണ്ടില്ലേ? ചേട്ടൻ കളിക്കാൻ തന്നെ എന്തൊരു കൊണ്ട് മാറി കൊടുത്തപ്പോഴും ഞാൻ ഇവിടെ നാട്ടുകാരെയൊക്കെ വിളിക്കും കേട്ടോ. നാട്ടുകാരെ ഞാൻ വിളിക്കും. നാട്ടുകാരെ വിളിച്ചോണ്ടോന്നാ പോ. ഇവിടെ പറയല് പറയാൻ വന്നു. ആര് പറയുന്നു? ഇവിടെ എന്തൊരു ബഹളം പെണ്ണുങ്ങള്? അത് അവര് തമ്മില്ല, സഹോദരൻ സഹോദരൻ. അനിയത്തും ചേട്ടത്തി. അത് നിങ്ങളെന്തിനാ പറയാൻ വന്ന്? ആരെ പറയാൻ വന്നു? പുല്ല് പുല്ല്. എന്താ പുല്ല്? എന്താ പുല്ല്? ആര് തറ? ഞാനല്ല. പുല്ല്. എന്താ പുല്ല്? അല്ല, ഇവിടെ പെണ്ണുങ്ങളെ പിടിച്ചെടുത്ത് അടി കൂടുകയാണ് എന്തിനാണ് ഞാൻ നിങ്ങള്? ഞാനാ? പിന്നെ നിങ്ങളെ കാര്യോട് ഞാൻ പറയരുത്. പിന്നെ നിങ്ങളെ മുമ്പ് കിടന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് ചവിട്ടി തിരിവിടാണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വരണം? അല്ല, ഞാൻ ഇവിടെ പറയാൻ വിളിച്ച ആ ചേട്ടനെ നിങ്ങൾ എന്റെ കൂട്ടുകാരനെന്ന് പറയും. അല്ല, ഇവിടെ എന്തൊരു പെണ്ണുങ്ങളെ പിടിച്ചെടുത്ത് അടി കൂടണം എന്തിന്? ഞാനല്ല, അത് അവരെ അനിയത്തും ചേട്ടത്തി. ആര്? നിങ്ങളെ അനിയത്തും ചേട്ടത്തി? എന്റെ അല്ല, അവരെ. അതിന് നിങ്ങൾ എന്തിനാ ഇവിടെ അവരെ? ഞാൻ ഇവിടെ ജോലിക്ക് വന്നേ. അത് കൊള്ളാമല്ലോ. വഴിയെ പോയി കിടന്ന് അടി കൂടണം ഞാൻ ചോദിച്ചു. മിണ്ടായില്ലേ? അടി കൂടാൻ ചോദിച്ചപ്പോ നിങ്ങൾ മിണ്ടായിക്കാനാ? ഇത് മിണ്ടായില്ലേ? കൈ കയറരുത്, കൈ കയറരുത്. മിണ്ടായില്ലേ? മിണ്ടായില്ലേ? ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. അവരനിയ കൂടിയ നിങ്ങൾ ജോലിക്ക് നിർത്തി ഈ പെണ്ണുങ്ങളെ പിടിച്ച് തറയിട്ട് ചവിട്ടണം എന്തില്ല? ഞാൻ ചവിട്ടിയില്ലല്ലോ. ഞാൻ വീട്ടിൽ പോയപ്പോ ചവിട്ടണുണ്ട്. ഇവളെന്നെ എടുത്തിട്ട് അടിച്ചപ്പോ അങ്ങനെ പോയാൽ പിടിച്ചു മാറ്റിയതാ. അതെടുത്തിട്ട് ഇവരെ ഇപ്പൊ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയത് എന്തിനാണ് ഞാൻ ചോദിച്ചത്. രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇട്ട് ഇവിടെ ചവിട്ടി കൂട്ടിയ എന്തിനാണ്? ഞാനാ? പിന്നെ ഒറ്റ ഇരിക്കുന്നു. എവിടെ കൊപ്പിളില്ല. ഞാൻ ജോലി ചെയ്യട്ടെ, പോട്ടെ. ജോലി ചെയ്യട്ടാ. ഇത് ഇവിടെ പറഞ്ഞിട്ട് വന്ന് ഇവിടെ പെണ്ണുങ്ങള് അപ്പട പെണ്ണുങ്ങളോ? അതെ, കളരിയാ? വളരെ കൈങ്ങരുത്. എന്തിനാണ്? ഇങ്ങനെ ഒരു താങ്ക് യു. താങ്ക് യു എന്തിന്? ആ ചേട്ടൻ ജോലിക്കാനല്ല, നിങ്ങൾ എവിടുന്ന് വന്നത്? ജോലി തടസ്സപ്പെടുത്താൻ വന്നതാ. ചുമ്മാ എല്ലാ അടവും അറിയാം. എന്താ
നിങ്ങൾക്ക് എല്ലാ അടവും അറിയാം, പഠിച്ച കളകയുണ്ട്. അത് തന്നെ നിങ്ങൾ വെച്ച് മതിയാക്കും കേട്ടോ, ഓരോരുത്തരെ കയറ്റി വിടാതെ. ഞാൻ നിർത്തി പൈസ തരും. അമ്മട്ടേക്ക് അമ്മട്ടേക്ക് കേട്ടാ ഷോയാണ് ചേട്ടാ, ചേട്ടാ ഇതൊരു ഷോയാണ്. അവിടെ നോക്കിയേ, എന്നൊരു ഷോയാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറയുന്നൊരു ഷോയാണ്, കോമഡി പ്രോഗ്രാമാണ്. അവിടെ നോക്കിയേ, ക്യാമറ ആ മനസ്സിലായി. ബിഗ് പ്രാങ്ക്സ് എന്ന് പറയുന്ന കോമഡി ഷോയാണ്. അല്ല ഇത് കിളയ്ക്കാനൊന്നും വിളിച്ചതല്ല ഒരു പ്രോഗ്രാമാണ് ബിഗ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട്. അല്ല മൺമട്ടി മോട്ടിച്ചോണ്ട് പോയി വന്നതല്ല, ഇവരവിടെ പറക്കാനും പിടിക്കാനൊന്നും വന്നതല്ല. ചേട്ടനൊരു പണി തരാൻ വേണ്ടി. ഇതാണൊരു കണക്കിന്റെ മേഘം പല മനുഷ്യ പെട്ടിയിലടയ്ക്കുന്നു. ചേട്ടാ ചേട്ടന്റെ പേരെന്താ? ജോയ്. ജോയ്. ജോയ് ചേട്ടാ ഇങ്ങനെ പലയിടത്തും പണിക്ക് പോകുന്നതാണല്ലോ അല്ലേ? അതെ അതെ. ഇങ്ങനെ രണ്ട് സ്ത്രീകള്, അതായത് രണ്ട് സഹോദരങ്ങൾ ഇങ്ങനെ അടി കൊണ്ടാ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് ആദ്യമായിട്ട്. ആദ്യമായിട്ട്? അതെ, പൊടി കിട്ടി പിടിച്ച് അടി. പിന്നെ അതിക്ക് മമ്മൂട്ടി ഒരുത്ത അടിച്ചോണ്ട് പോയാൻ ചെയ്തല്ലേ? അപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരു ആർട്ടിസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പേര് മിർണെന്നാണ്. അതെ ചേട്ടാ, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ചേട്ടന് ബിഗ് പ്രാങ്ക്സിന് കുറച്ച് സമ്മാനങ്ങളുണ്ട്. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് ഒറ്റക്കാവ് നൽകുന്ന സമ്മാനം, കോശി E2 ട്രാവൽസ് അയർലൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ. ഇനി നമുക്ക് ഒരു 2 ഏക്കർ കളയ്ക്കാനുണ്ട്, വരണം. വരാം. ശരി ശരി. ഓക്കെ.